ഓടിപ്പോലെ ഒരു പ്രയോജനമുള്ള കാര്യം പറയാനാണ്. ഈ തവയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ 2 നോൺ സ്റ്റിക്കിൻ്റെ തവയുണ്ടായിരുന്നു. അപ്പോൾ കോട്ടിങ് പോയിട്ട് പിന്നെ ഉപയോഗിക്കാൻ മടിയായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. കാരണം കോട്ടിങ് പോയ തവ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം ഈ യൂട്യൂബിലൊരു ഹാക്ക് കണ്ടു, ഇത് റീയൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തവയിലേക്ക് ആദ്യം നിറയെ വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു പിച്ചാത്തി ഇട്ട് ചുരണ്ടി കൊടുത്തപ്പം അതിൻ്റെ കുറച്ച് കോട്ടിങ് പോയി. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് സോഡാപ്പൊടിയും നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും വിനാഗിരി ഒഴിച്ചിട്ടൊരു മിശ്രിതം പോലെ തയ്യാറാക്കും. എന്നിട്ട് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നു. പിന്നെ ഈ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, നല്ല പരുപരുത്ത സാൻഡ് പേപ്പർ എടുക്കണേ. എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു. അപ്പോൾ കയ്യിൽ കോട്ടിംഗ് ഒക്കെ ആയി കേട്ടോ. അപ്പോൾ കയ്യിൽ ഉപയോഗിച്ച് ചെയ്യരുത്, ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഈ സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുത്തു. ഒരു സാൻഡ് പേപ്പറിൻ്റെ പകുതി വേണ്ടി വന്നു, ഒരു ഷീറ്റ് പേപ്പറിൻ്റെ പകുതി വേണ്ടി വന്നു. പക്ഷേ 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ക്ലീനായി. നമുക്ക് അധികം എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, കോട്ടിങ് പോയ ഇതുപോലുള്ള പാത്രങ്ങൾ കോട്ടിങ് പകുതി പോകുമ്പം തന്നെ അത് വെച്ചിട്ട് ഉപയോഗിക്കരുത്. ഇതുപോലെ റീയൂസ് ചെയ്തെടുക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ ഞാൻ ചെറിയ തവയെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പം ഇത് യൂട്യൂബിൽ കണ്ട് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയി കേട്ടോ. അധികം സമയവും വേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ അതിനകത്ത് വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് ഊറ്റിയൊക്കെ കളഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.